ഹായ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കലണ്ടർ മേക്കിംഗ് വീഡിയോ ആണ്. ഇപ്പോൾ കലണ്ടർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ ഡെസ്കിലും ഒക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു കലണ്ടറാണ് ചെയ്യാൻ പോകുന്നത്. അതിനായി നമുക്ക് ആദ്യം വേണ്ടത് ഒരു കാർഡ്ബോർഡ് ബോക്സാണ്. അതിപ്പം നമുക്ക് പാഴ്സലൊക്കെ കിട്ടുന്ന ബോക്സ് ഇല്ലേ, അതിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ മതി. അത് അളവും സൈസും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് ചാർട്ട് പേപ്പറാണ്. ആദ്യം അതിനെ വൈറ്റ് പേപ്പറിൽ പൊതിഞ്ഞെടുക്കണം. ഞാനിവിടെ ഒരു ബുക്കിൻ്റെ കവർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പേപ്പർ വേണോ എടുക്കാം. സൂക്ഷിച്ച് നന്നായിട്ട് ഒട്ടിച്ച് വേണം എടുക്കാൻ, ഇളകി പോകരുത്. അതിനുശേഷം കുറച്ച് ചാർട്ട് പേപ്പർ, അത് നിങ്ങളുടെ എസ്തെറ്റിക്കിന് അനുസരിച്ച് ഏത് കളർ വേണോ എടുക്കാം. ഞാനിവിടെ പിങ്ക് എടുത്തതേ ഉള്ളൂ. ഇനി അതിൽ നമുക്ക് കലണ്ടറിൻ്റെ പീസസ് ഒട്ടിച്ച് കൊടുക്കണം. ഈ കലണ്ടറിൻ്റെ പീസസ് എവിടെ നിന്ന് ചോദിച്ചാൽ, നമ്മുടെ പഴയ കലണ്ടർ ഇല്ലേ, 2024 കലണ്ടറിനകത്ത് ഒരുപാട് 2025 കലണ്ടർ കാണും. അപ്പോൾ അത് വെട്ടിയെടുക്കണം. ഞാനിവിടെ 2025 തന്നെയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് 2024 കലണ്ടറിൽ നിന്ന് 2025 കലണ്ടർ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നും നന്നായി ഒട്ടിച്ചു കൊടുക്കാം. ഇത് പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഇത്രയും 6 പേപ്പറിലായിട്ട് ഒട്ടിച്ചിട്ട് പിറകിൽ കറക്റ്റ് ഓർഡറിന് വേണം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ പഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 സൈഡും കറക്റ്റായിട്ട് ഒട്ടിക്കുക. പിന്നീട് നമുക്ക് തിരുത്താനൊന്നും പറ്റില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം. അതിനുശേഷം പഞ്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ബോക്സിൽ നമുക്ക് പഞ്ച് ചെയ്ത് കൊടുക്കണം. അതിനെ അളവെടുത്തിട്ട് സൂക്ഷിച്ച് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്ത് കറക്റ്റ് സൈസിന് ഒട്ടിച്ചെടുക്കണം. അല്ലെങ്കിൽ വീണ്ടും പ്രശ്നമാവും. കാരണം പഞ്ച് ഒരു വട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ കറക്റ്റ് അളവെടുത്ത് ഡോട്ടിടുന്നതാണ് നിങ്ങൾ കാണുന്നത്. സൂക്ഷിച്ച് ആദ്യം ഞാൻ ഡോട്ടിട്ടപ്പോൾ കറക്റ്റ് ആയില്ല. രണ്ടും 2 അളവിനായിട്ട് തോന്നി. പിന്നെ വീണ്ടും ഒന്നേന്ന് അളവെടുത്തിട്ടാണ് വെട്ടിയെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കമ്പിയുടെ പീസസ് വേണം. നൂൽക്കമ്പി ഇല്ലേ, നൂൽക്കമ്പി വേണം. അത് എടുത്തിട്ട് വെട്ടി ഒരു റിങ്ങിൻ്റെ ഷേപ്പിന് എടുക്കുക. ഇനി അത് നമ്മൾ ഈ ഡോട്ടിൽ ഇട്ട സ്ഥലത്ത് ഈ സ്പൈറൽ ചെയ്യാൻ പോലെ ആഡ് ചെയ്ത് കൊടുക്കണം. കമ്പിയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ചാർട്ടിൻ്റെയും അതേപോലെ തന്നെ ബോക്സിൻ്റെ അളവിനെടുക്കുക. നമ്മുടെ കലണ്ടർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാം. ഞാനിവിടെ ഈ താഴെയുള്ള സ്പേസിൽ ടു ഡു ലിസ്റ്റ് എന്നൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അതാവുമ്പോൾ നമുക്ക് ഓരോ മാസം ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതി വയ്ക്കാനുള്ള സ്പേസുമായി അതിനെ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ.